INTUC-യിൽ ഭിന്നതയെന്ന വാർത്തകൾ തള്ളി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ. വിമതയോഗം ചേർന്നവർ INTUC പ്രവർത്തകരല്ല. വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ആർ ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. എനിക്ക് കബഡി നിർത്താനും മന്ത്രവാദം നടത്താനും ഒന്നും എനിക്കറിയത്തില്ല. ഞാനതൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. INTUC കേന്ദ്ര കമ്മിറ്റിക്ക് എപ്പോൾ വേണേലും എന്നെ പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും വെറുതെ ഈ കോലാഹലങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. INTUC-യിലെ ഭിന്നത എന്ന വാർത്ത പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. വിമതയോഗം ചേർന്നവർ INTUC-യുടെ ഭാഗമല്ല. യോഗത്തിൽ INTUC-കാർ പങ്കെടുത്തിട്ടില്ലെന്നും ആർ ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. ആരും പങ്കെടുത്തില്ല. ഒരു 4-5 പേര് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടി. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ മൈക്കെടുത്ത് വിളിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പ്രശ്നമില്ല. കേരള INTUC-യുടെ ഒരു കുഞ്ഞു വിരലിൽ പോലും സ്പർശിക്കുന്ന ഒരു പണിയും ചെയ്യാൻ ഒക്കത്തില്ല അവർക്ക്. ചിലർ നടത്തുന്ന നീക്കം INTUC-യിൽ കയറിപ്പറ്റാനാണ്. അത്തരം നീക്കങ്ങൾ നടക്കില്ല. തനിക്കെതിരെയുള്ള ഇത്തരം കുപ്രചരണങ്ങൾ INTUC-യെ തകർക്കാനാണ്. മന്ത്രവാദം തനിക്കറിയില്ലെന്നും ആർ ചന്ദ്രശേഖരന്റെ പരിഹാസം. ഹൈക്കോടതി വിധി പറഞ്ഞ് ഒന്നുകൂടി കേരള ഗവൺമെൻറ് പുനഃപരിശോധിച്ചുകൊണ്ട് കുറച്ചുകൂടി മൈൻഡ് അപ്ലൈ ചെയ്തൊരു റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അതിപ്പം ഞാൻ അതിനകത്ത് പ്രതിയായോ? നമുക്കെതിരെ ഒരു ശിക്ഷ വിധിച്ചിട്ടില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു ജ്ഞാനം വെച്ചുകൊണ്ട് അറിവ് വെച്ചുകൊണ്ട് അത്രയും എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. പാർട്ടിയും INTUC-യും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സംഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായും ചെറുക്കും. വിമത നീക്കങ്ങളെല്ലാം ദേശീയ നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും വൈകാതെ പരിഹാരമുണ്ടാകുമെന്നും ആർ ചന്ദ്രശേഖരൻ തുറന്നടിച്ചു. INTUC നടത്തിയ സമരങ്ങളുടെ കണക്കറിയണമെങ്കിൽ INTUC ഓഫീസിലാണ് എത്തേണ്ടതെന്നും ആർ ചന്ദ്രശേഖരന്റെ മറുപടി. വിമത സ്വരങ്ങളെ തൽക്കാലം ഭയക്കുന്നില്ല. INTUC നേതൃത്വം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ആർ അരുൺ രാജ് 24.